ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ തന്ത്രി കണ്ഠരര് രാജീവർക്കെതിരെ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി. തന്ത്രിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയപ്പെടുത്തിയത്. പോറ്റിയുമായി കണ്ഠരര് രാജീവർക്ക് അടുത്ത ബന്ധമുണ്ടെന്നും പത്മകുമാർ മൊഴി നൽകി. ആന്റണി ജിസ് ജോർജാണ് വിവരങ്ങളുമായി ചേരുന്നത്. ആന്റണി, തന്ത്രിയുടെ കഴിഞ്ഞ ദിവസം നൽകിയ മൊഴി പ്രകാരം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സമീപിച്ചത്, അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അത്രത്തോളം ഈ പറയുന്ന രീതിയിൽ അറിയില്ലെങ്കിലും ഉദ്യോഗസ്ഥർ പറഞ്ഞ ശേഷം ഈ കൈമാറ്റത്തെ സംബന്ധിച്ചുള്ള ആ സമയത്തെല്ലാം കണ്ടിരുന്നു. അതിൻ്റെ അപ്പുറത്തേക്ക് വലിയ ബന്ധമില്ല എന്നുള്ളതാണ് തന്ത്രി കഴിഞ്ഞ ദിവസം മൊഴി നൽകിയത്. എന്നാൽ പത്മകുമാറിൻ്റെ മൊഴി തന്ത്രിക്കെതിരാണ്. അവിടെ ഒരു പൊരുത്തക്കേടില്ലേ? തീർച്ചയായും ഇന്നലെയാണ് പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കസ്റ്റഡിയിൽ ലഭിച്ചത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് കസ്റ്റഡിയിൽ ലഭിക്കുന്നത്. ഏതായാലും അതിനുശേഷമാണ് ഇന്നലെ SIT വിശദമായി തന്നെ പത്മകുമാറിനെ വീണ്ടും ചോദ്യം ചെയ്തത്. നമുക്കറിയാം, ഈ സ്വർണ്ണ കവർച്ച കേസിൽ ചില ഉന്നത ബന്ധങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള സൂചനകൾ നൽകിയിരുന്നു ഈ പത്മകുമാർ. ഏതായാലും അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് ഈ പത്മകുമാറിനെ കസ്റ്റഡിയിൽ വാങ്ങിയത്. അത് കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവരുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളിൽ അന്വേഷണ സംഘത്തിന് ചില സംശയങ്ങളുണ്ട്. അതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുക എന്നുള്ളത് തന്നെയാണ് ഈ അന്വേഷണ സംഘം ഈ കസ്റ്റഡിയിൽ വാങ്ങാനുള്ള കാരണം. ഏതായാലും ഇപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പത്മകുമാർ ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നൽകിയിരിക്കുന്നത് ഒരു പ്രധാനപ്പെട്ട മൊഴി തന്നെയാണ്. അത് നേരത്തെയും പറഞ്ഞ ഒരു മൊഴി അത് വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലേക്ക് എത്തുന്നത് തന്ത്രി കണ്ഠരര് രാജീവരുടെ തന്ത്രിയുടെ നേതൃത്വം അല്ലെങ്കിൽ തന്ത്രിയുടെ പരിചയം ഉപയോഗിച്ചാണ് എന്നുള്ള കാര്യമാണ് പ്രധാനമായും നൽകിയിരിക്കുന്ന മൊഴി. ഈ തന്ത്രിയുടെയും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുടെയും സ്വാധീനം കൊണ്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇത്രയും ശക്തനായത് ശബരിമലയിൽ. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി താനുള്ള കാലത്ത് വന്നതല്ല, തനിക്ക് മുമ്പുള്ള ഭരണസമിതി അല്ലെങ്കിൽ തനിക്ക് മുൻപേ തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ശക്തമായ സാന്നിധ്യമുണ്ട് അല്ലെങ്കിൽ ഒരു സ്വാധീനമുണ്ട് എന്നുള്ള കാര്യവും കൂടി ഇപ്പോൾ പത്മകുമാർ മൊഴിയായി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വിശദമായി തന്നെ പത്മകുമാറിനെ ചോദ്യം ചെയ്യുന്നത് ഇന്നും തുടരും. ഇന്നിപ്പോൾ വൈകുന്നേരം 5 മണി വരെയാണ് കസ്റ്റഡി കാലാവധി ഉള്ളത്. ഈ 5 മണി വരെയും വിശദമായി തന്നെ ചോദ്യം ചെയ്യാൻ തന്നെയാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഇക്കാര്യങ്ങളിൽ ഇനി കൂടുതൽ എന്തൊക്കെ മൊഴികളായിരിക്കും ലഭിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഈ സ്വർണ്ണപ്പാളി, അതായത് കട്ടിലപ്പടിയിലെ സ്വർണ്ണപ്പാളി മോഷണ കേസിലാണ് പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അതിനു മുമ്പ് പത്മകുമാർ നൽകിയ ഒരു മൊഴി എന്ന് പറയുന്നത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ആദ്യം സമീപിച്ചത് സർക്കാരിനെയാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രിയുടെ അടക്കം കാര്യങ്ങളിലും വ്യക്തത വരുത്താൻ തന്നെയാണ് അന്വേഷണ സംഘം ഒരുങ്ങുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ തന്ത്രിക്കെതിരെയുള്ള മൊഴി പത്മകുമാർ പറഞ്ഞു നൽകിയിരിക്കുന്നത്. തന്ത്രി വഴിയാണ്, തന്ത്രി പറഞ്ഞത് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമില്ല, നേരത്തെ ഉദ്യോഗസ്ഥർ വഴിയാണ് വന്നത് എന്നുള്ള കാര്യമാണ്. ഏതായാലും അങ്ങനെയല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി തന്ത്രിക്ക് അടുത്ത ബന്ധമുണ്ട്. തന്ത്രിയുടെ പരിചയത്തിലാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ശാന്തി ആയി വന്ന ഒരാൾ പിന്നീട് സ്പോൺസറൊക്കെ ആകുന്നത്. ഇങ്ങനെ ശക്തനായി ഉണ്ണികൃഷ്ണൻ പോറ്റി മാറുന്നതും അല്ലെങ്കിൽ അത് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ സ്വാധീനമുണ്ടാകുന്നതുമൊക്കെ ഈ തന്ത്രിയുടെയും അതുപോലെ തന്നെ ചില ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെയും ഒക്കെ പിൻബലത്തിലാണ് എന്നുള്ളതും, അതുപോലെ തന്നെ ഈ തനിക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള തൻ്റെ ഭരണസമിതിക്ക് മുൻപേ തന്നെ ഈ പോറ്റി ശബരിമലയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യവും കൂടി ഇപ്പോൾ പത്മകുമാർ മൊഴിയായി നൽകിയിരിക്കുന്നത്. ശരി, വിവരങ്ങൾ നൽകിയത് ആന്റണി ജിസ് ജോർജാണ്.